നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓയൂർ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഒന്നാം പ്രതി പത്മകുമാർ, 2ഉം 3ഉം പ്രതികളായ അനിതകുമാരി, അനുപമ എന്നിവരെ കൊട്ടാരക്കര കോടതിയിൽ രാവിലെ ഹാജരാക്കും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കഴിയുന്നത്രയും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. കേസിൽ പ്രതികളുമായുള്ള തെളിവെടുപ്പ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കൂടാതെ പ്രതികളുടെ കൈയെഴുത്ത് പരിശോധനയും നടത്തി. നവംബർ 27 വൈകിട്ടായിരുന്നു 6 വയസ്സുകാരിയെ ഓയൂരിൽ നിന്ന് ഇവർ തട്ടിക്കൊണ്ടുപോയത്. കേസിൽ പത്മകുമാർ, ഭാര്യ അനിതകുമാരി, മകൾ അനുപമ എന്നിവർ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇതിൽ അനുപമയുടെ സമൂഹ മാധ്യമ വിവരങ്ങൾ പോലീസ് പ്രത്യേകം പരിശോധിക്കുകയാണ്. കൂടാതെ 3 പേരുടെയും അക്കൗണ്ട് വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. പ്രതി അനുപമയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ 5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഇവരിൽ ആർക്കെങ്കിലും മോശമായ തരത്തിൽ മെസ്സേജ് അയക്കുകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേസിൽ ഉടനെ കുറ്റപത്രം സമർപ്പിക്കും. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. പ്രതികളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തെങ്കിലും മൊഴിയിൽ ചില പൊരുത്തക്കേടുകൾ ഉള്ളതായാണ് കണ്ടെത്തൽ. തെളിവുകൾ എവിടെ നശിപ്പിച്ചെന്ന ചോദ്യങ്ങൾക്കും പല ഉത്തരങ്ങൾ ലഭിച്ചു. ആദ്യഘട്ടത്തിലെ പോലീസ് അന്വേഷണം പൂർണ്ണ പരാജയമായിരുന്നു. 27 വൈകിട്ട് 4:20 കുട്ടിയെ തട്ടിയെടുത്ത സംഘം കാറിൽ 3.5 മണിക്കൂറോളം റോഡിലൂടെ കറങ്ങി നടന്നു. 2 തവണ വ്യാജ നമ്പർ പ്ലേറ്റുകൾ സ്ഥാപിച്ചു. സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് പഴുതടച്ച് വാഹന പരിശോധന നടത്തിയെന്നാണ് പോലീസിന്റെ അവകാശവാദം. തട്ടിക്കൊണ്ടുപോയ റൂട്ടിൽ തന്നെ കറങ്ങിയ കാർ പരിശോധിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. പിറ്റേ ദിവസം നിരീക്ഷണ ക്യാമറകളിൽ വെള്ള കാറിന്റെ സാന്നിധ്യം പലയിടങ്ങളിൽ കണ്ടെത്തിയിരുന്നു. കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം വീട്ടിലെത്തിയ പ്രതികൾ തെളിവുകൾ ഓരോന്നായി നശിപ്പിച്ചു. പിടിയിലാകാതിരിക്കാൻ തമിഴ്നാട്ടിലേക്കും കടന്നു. പോലീസ് ചോദ്യം ചെയ്യലിൽ പറയേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. കാണാതെ പഠിച്ചു പറയുന്നത് പോലെയാണ് പലപ്പോഴും മൊഴി നൽകിയതെന്നാണ് വിവരം. കേസ് ദുർബലമാക്കിയതിൽ പോലീസ് സേനയിലും അതൃപ്തി പുകയുന്നതായാണ് സൂചന. പലരും ഇക്കാര്യം ഉന്നത ഉദ്യോഗസ്ഥരോട് പ്രകടിപ്പിച്ചതായാണ് വിവരം. പ്രതികളെ നന്നായി ചോദ്യം ചെയ്യാതെ VIP പരിഗണനയോടെയാണ് ചില ഉന്നത ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തതെന്നാണ് പരാതി. ചോദ്യം ചെയ്യാനെത്തിയ ചില ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കാറിലുണ്ടായിരുന്ന 4ാമത്തെയാൾ ആരെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. തെളിവുകളെല്ലാം നശിപ്പിച്ചെന്ന കണ്ടെത്തലിലും പ്രതികൾ തട്ടിക്കൊണ്ടുപോകലിനായി പദ്ധതിയിട്ടതിന്റെ വിവരങ്ങളും ചിത്രങ്ങളും അടങ്ങിയ നോട്ട്ബുക്കും ഡയറിയും പിടിച്ചെടുത്തെന്നാണ് പോലീസ് വാദം. പ്രതികളെ കുരുക്കുന്ന ഒട്ടേറെ ശാസ്ത്രീയ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതായാണ് വിവരം. പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ബാലികയുടെ വിരലടയാളം, ഡിജിറ്റൽ തെളിവുകൾ, അതുപോലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ, ചില സാക്ഷി മൊഴികൾ എന്നിവ നിർണായകമാകും. പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്കുകളും ഫോർമാറ്റ് ചെയ്ത് തെളിവുകൾ നശിപ്പിച്ചതായാണ് സംശയം. ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തി കേസ് ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എന്നാണ് ഉയരുന്ന വിമർശനം. പ്രതികളെ പിടികൂടാൻ പോലീസ് വൈകിയതാണ് കേസ് അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കിയതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.